മോനെ ഒരു വണ്ടിയില്ല കേട്ടോ നോക്കി നിങ്ങള് വാട്ടർ ഫീ അതെ വാട്ടർ ബസ് മോയ ബസ് ഹിന്ദിയാ ഞാനിവിടുത്തെ കരാമയിൽ കേട്ടോ നമ്മുടെ ദുബായിയുടെ നിന്ന് കരാമയിൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടത് ഞാൻ മസ്കറ്റിലെ വീഡിയോ ആയിരുന്നു. മസ്കറ്റിൽ അങ്ങനെ തിരിച്ച് ദുബായിലേക്ക് വന്നു. മസ്കറ്റിൽ നേരെ പോകുന്നത് സൗദിയിലേക്കായിരുന്നു, പക്ഷേ ഇങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഒന്ന് വണ്ടിക്ക് കുറച്ച് പണിയുണ്ടായിരുന്നു, ഫിനിഷ് ചെയ്യേണ്ടി വന്നു. രണ്ടാമത് പിന്നെ എൻ്റെ ഗാഡ്ജറ്റുകൾ കുറച്ച് മാറ്റേണ്ടി. അങ്ങനെ ദുബായിൽ വന്നു. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് DJI Action 5 Proയിലാണ്. അപ്പോൾ ഇനി മുതൽ വീഡിയോൻ്റെ ക്ലാരിറ്റിയിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ പോകുന്നത് റിയാദിലേക്കാണ്. റിയാദിൽ ഇവിടുന്ന് 1200 കിലോമീറ്റർ ഉണ്ട്. 1200 കിലോമീറ്റർ റൈഡാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ വണ്ടി ഫുൾ പ്രിപ്പയർഡാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോനേക്കാളും ദുബായിൽ വന്നതിനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒന്ന് ഇതിനുള്ളിൽ ഞാൻ ബ്ലൂടൂത്തിൻ്റെ ഡിവൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് പിന്നെ വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പുതിയൊരു മൊബൈൽ വാങ്ങി, iPhone 8 ആണ്. ഇതെന്തിനാ വെച്ചാൽ ആപ്പിൾ കണക്ട് ചെയ്യുമ്പോൾ ആപ്പിൾ പേ കണക്ട് ചെയ്യുമ്പോൾ എൻ്റെ iPhone 16 ഉള്ളത്. അപ്പോൾ അത് നോക്കുമ്പോൾ അതിൻ്റെ ക്യാമറയിൽ ചെറിയ പ്രശ്നം വരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത് പിന്നെ പുതിയൊരു ഫോൺ വാങ്ങിയത് കേട്ടോ. റൈഡിങ് ഗ്യാസ് കംപ്ലീറ്റ് ഉണ്ട്. പിന്നെ ഇത്തവണ ഞാനൊരു വെള്ളം കുടിക്കാനുള്ള ഒരു സാധനം വാങ്ങിയിട്ടുണ്ടോ. ഇത് പുറകിലുണ്ട് ഇങ്ങനെ. ഇതിന് ഇവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇട്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. 2 ലിറ്റർ കപ്പാസിറ്റിയാണ്. ഇതൊരെണ്ണം വാങ്ങി. അതുപോലെ ഗ്ലൗസ് വാങ്ങിയിട്ടുണ്ട്. പുതിയ ബ്രാൻഡഡ് ഗ്ലൗസ് വാങ്ങിയിട്ടുണ്ട്. കാരണം കൈയൊക്കെ കറുത്ത് വരുന്നുണ്ട്. പിന്നെ ഈ കൈയിൻ്റെ ഈ ഒരു ഭാഗത്തില്ല, ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ കറുത്ത കളർ അടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോകാൻ ഗ്ലൗസും കാര്യങ്ങളും വാങ്ങിയിട്ടുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇപ്പം നമ്മുടെ ഇവിടുന്ന് ഒരു കഞ്ഞിയെല്ലാം കുടിച്ചിട്ട് നേരെ പോണത് റിയാദിലേക്കാണ്, സൗദിയിലേക്കാണ്. സൗദിയിൽ നമ്മൾ ഫസ്റ്റ് പോകണം നമ്മുടെ നിജീഷിൻ്റെ അടുത്തേക്കാണ്. നമ്മുടെ പണ്ടത്തെ ടൈറ്റൻസ് നിജീഷ്, അവനവിടെ സ്വന്തമായിട്ട് കമ്പനിയിലുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ വണ്ടിക്ക് കുറച്ച് കസ്റ്റമൈസേഷൻ വർക്ക് എടുക്കും. കാരണം ലോങ് പോകുമ്പോൾ എനിക്ക് ഫ്യൂലും കാര്യങ്ങളൊക്കെ വെക്കണം. ഇതിനാകെ 10-15 കിലോമീറ്റർ മൈലേജ് ഉണ്ട്. ഫുൾ ടാങ്ക് അടിച്ചാൽ ഒരു 300 കിലോമീറ്ററാണ് മാക്സിമം പോകാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജെറി ക്യാൻസ് വെക്കാനുള്ള എക്സ്ട്രാ മോഡിഫിക്കേഷൻ എല്ലാം അടിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും വിടാം. അപ്പം നമ്മുടെ ഷംസിക്ക അത് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ മൈക്ക് കേട്ടോ. ഇത് ഹെൽമെറ്റ് ഉള്ളിൽ വെച്ച് ഇതിനാണ് വർക്കാവുന്നത്. ഷംസിക്ക ബൈ ബൈ. പോയിട്ട് വാ. അങ്ങനെ നമ്മുടെ ഗോൾഡ് വിങ് ഒഫീഷ്യലി ദുബായിയോട് ടാറ്റ പറയുകയാണ്. ബൈ ബൈ ദുബായ്, ബൈ ബൈ. ഇൻഷാ അല്ലാഹ് 1-2 വർഷം കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ വരാൻ പറ്റും നോക്കാം. എന്താ പറയുക, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു രാജ്യം, ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിറ്റി, ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലം നമ്മുടെ സ്വന്തം UAE-യിലെ ദുബായിലെ ഷെയ്ഖ് സായിദ് റോഡ്. അങ്ങനെ നമ്മുടെ ഗോൾഡ് വിങ് ഒഫീഷ്യലി ഷെയ്ഖ് സായിദ് റോഡിനോട് വിട പറയുകയാണ്. UAE-യോട് വിട പറയുകയാണ്. ഏറ്റവും സ്പെഷ്യലായിട്ട് UAE-യിലെ മലയാളികളോട് വിട പറയുകയാണ്. സമയം പുലച്ചയ്ക്ക് 12:45. ഞാനിപ്പോൾ അബുദാബിയിലാണ്. അബുദാബി സിറ്റിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്താ സംഭവിച്ചു വെച്ചാൽ ഞാനിവിടെ ഒരു ബ്രേക്ക് എടുത്തു, പവർ നാപ്പ് എടുത്തു. നമ്മുടെ അനീസ് ഭായിയുടെ വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങി. അപ്പോൾ അങ്ങനെ അവിടെ പവർ നാപ്പ് എടുത്തു. പവർ നാപ്പ് എടുക്കാനുള്ള കാരണം എനിക്കവിടെ രാത്രി റൂബൽ ഖാലി വഴി ഡ്രൈവ് ചെയ്യേണ്ട എന്ന് നിജീഷ് വളരെ സ്ട്രിക്റ്റായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് പോയി വരുന്ന റൂട്ട്. അപ്പം നമ്മൾ പറഞ്ഞ് കേൾക്കണമല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ രാത്രി ആകുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പം പുലച്ചയ്ക്ക് ബോർഡർ ക്രോസ് ചെയ്യുക, അതാണ് പ്ലാൻ. ഇപ്പോൾ 12:45 ബോർഡർ 3 മണിക്ക് എത്തുക. 4 മണി 5 മണിയാകുമ്പോൾ ബോർഡർ ക്രോസ് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് സുബിയെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരം വെളുക്കുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന് മൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് റൂബൽ ഖാലിയുടെ വിഷ്വൽസ് നമുക്ക് നല്ല ഡേ ടൈമിൽ കാണാൻ പറ്റും കേട്ടോ. കാരണം റൂബൽ ഖാലി എന്നുള്ളത് വൺ ഓഫ് ദ അടിപൊളി റോഡാണ്. എന്നുവെച്ചാൽ അത്രയും ഡേഞ്ചർ റോഡാണ്. സ്ട്രെയിറ്റ് 1500 കിലോമീറ്റർ ഉണ്ട് ബോർഡറിൽ നിന്ന് റിയാദിലേക്ക്. അപ്പം ഒരുപാട് ആൾക്കാർ അതിനെ പറ്റിയിട്ട് സ്ട്രെയിറ്റ് റോഡാണ്, ഡേഞ്ചറാണെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യും. നമ്മൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ റോഡുകൾ. വേറൊന്നുമില്ല കേട്ടോ. ബോർഡർ കിടന്നിട്ട് പോയി കഴിഞ്ഞാൽ സൗദിയിൽ എണ്ണ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ കാർഡ് പേയ്മെൻറ്റ് ഇഷ്യൂസൊക്കെ വന്നിട്ട് എണ്ണ കിട്ടിയില്ലെങ്കിൽ പണി കേട്ടോ. അറിയാലോ, പണ്ട് നമ്മൾ പെട്രോളിൻ്റെ പൈസ നോക്കിയിട്ട് ലാഭിച്ചിട്ട് ഇറാനിൽ പോയിട്ട് ലാസ്റ്റ് ഡീസലിൻ്റെ വരും പെട്രോൾ അടിച്ചിട്ട് എഞ്ചിൻ അടിച്ച് പോയത്. അപ്പോൾ താങ്ക് യു ബ്രദർ. സോ ഇപ്രാവശ്യം അങ്ങനത്തെ റിസ്ക്കൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് പുറത്തിട്ടെ. ഇത് എൻ്റെ പാസ്പോർട്ടാണ്, അതുപോലെ ഇത് കാർനെറ്റാണ്. ആക്ച്വലി ഐ നീഡ് ദ കസ്റ്റംസ്. Yeah, customs. Okay. എപ്പോഴും ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ യൂട്ടേൺ അടിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. കാരണം നമ്മുടെ കാർനെറ്റ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ എല്ലാ വണ്ടികളും പോകുന്ന ട്രാക്കിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ തന്നെ UAE-യിലാണെങ്കിൽ ഞാൻ ഓൾമോസ്റ്റ് നിങ്ങൾ കണ്ടോ 2 തവണ ഞാൻ ഇവിടെ നിന്ന് യൂട്ടേൺ അടിക്കുന്നുണ്ട്.
യൂട്ടേൺ അടിച്ചിട്ട് അതിൻ്റെ എക്സാക്റ്റ് പോയിന്റ് പോകണം. നമുക്ക് സെപ്പറേറ്റ് പോയിട്ട് നമുക്ക് കാര്യങ്ങൾ ഡോക്യുമെൻ്റെല്ലാം ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ട് ക്യാമറ നമുക്ക് അലൗഡ് ഇല്ല ചെക്ക് പോയിൻറ്റ്സ് ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫേസ് മാത്രത്തിൽ കാണിക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ UAE എക്സിറ്റ് അടിച്ച് ഇനി നമ്മളിവിടെ സൗദി സൈഡാണ്. പിന്നെ വേറെ കാര്യം, സൗദി വിസ എൻ്റെ അടുത്തില്ല. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ നമ്മൾ പിന്നെ ബിസിനസ് വിസ എടുത്തു, 1 വർഷത്തെ മൾട്ടിപ്പിൾ ബിസിനസ് വിസ എടുത്തത്. ഇപ്പോൾ പക്ഷേ നമുക്ക് വിസ മൾട്ടിപ്പിൾ കിട്ടുന്നില്ല. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അറിയാം, ഓൺലൈനും നമുക്ക് കിട്ടുന്നില്ല, അവൈലബിലിറ്റി ഇല്ല, വളരെ ഇതാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ അടുത്ത് US ഉണ്ട്, വാലിഡ് US കാനഡയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വിസ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് മൾട്ടിപ്പിൾ വിസ കിട്ടും. ടൂറിസ്റ്റ് വിസയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ നമുക്കിവിടെ സൗദി ടൂറിസ്റ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിസൻ്റെ ഒരു പ്രശ്നമില്ല. ആൻഡ് ഫൈനലി ഞാൻ അങ്ങനെ സൗദി എൻ്റർ ചെയ്തു. ഇപ്പോൾ സൗദിയിലുള്ളത് കംപ്ലീറ്റ് കഴിഞ്ഞു. അതിൻ്റെ ഇമിഗ്രേഷനും കാര്യങ്ങളും കസ്റ്റംസും എല്ലാം കഴിഞ്ഞു. കുഴപ്പമില്ലായിരുന്നു. കസ്റ്റംസിൽ നമ്മുടെ വണ്ടി എക്സ്റേ സ്കാനൊക്കെ ചെയ്തു. മെയിനായിട്ട് എന്ന് വെച്ചാൽ ആൾക്കാരുടെ നമ്പർ പ്ലേറ്റ് പറയുമ്പം ഈ 005 എന്ന് പറയുമ്പോൾ ഇവർക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അപ്പം 5 എന്നുള്ള നമ്പർ പ്ലേറ്റിലാണ് റെക്കോർഡിക്കലേ പോകണം കേട്ടോ. 2 സൈഡും ഓക്കെ ആയിരുന്നു, വലിയ ടൈമിംഗ് എടുത്തില്ല. പിന്നെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്രോസ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ ഈ സൗദിയിലേക്ക് ഏത് GCCയിൽ ഏത് കൺട്രീന്ന് പ്രവേശിക്കുമ്പോൾ നമുക്ക് ബാഹുബലി മൂവി ഓർമ്മ വരും. കാരണം അതിൽ ഈ ബാഹുബലി മകിഴ്മതിയിലേക്ക് പോകുന്നൊരു സീൻ ഉണ്ടല്ലോ, കുഞ്ഞി രാജ്യത്ത് നിന്ന് വലിയ രാജ്യത്തേക്ക്, അതുപോലെയാണ്. കാരണം സൗദിയുടെ ബോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ ബോർഡേഴ്സും ഹ്യൂജാണ്, ഭയങ്കര വലിപ്പമുള്ള ബോർഡേഴ്സാണ്. കാരണം ഈ രാജ്യം അത്രയും വലിയ രാജ്യമായതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ ബോർഡേഴ്സും GCCയിലെ മറ്റേത് കൺട്രീനേക്കാളും ബിഗ്ഗസ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്കൊരു വലിയൊരു സാമ്രാജ്യത്തേക്ക് പോകുന്നൊരു ഫീൽ ഉണ്ടാവും. പിന്നെ വിസ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ഓണററി വിസയാണ് കിട്ടിയത്, മൾട്ടിപ്പിളാണ്. 370 ദിറംസാണ് റേറ്റ് ആയത്. എനിക്ക് US വിസ വാലിഡ് ഉള്ളതുകൊണ്ട് US വിസ കാണിച്ച് ഇവിടെ മൾട്ടിപ്പിൾ എൻട്രി കിട്ടും. അതിലൊരു പ്രശ്നമില്ല. നമ്മൾ ചെക്ക് പോയിൻ്റ് എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡ് ബിൽഡിംഗ് പോയാൽ മതി, 5 മിനിറ്റത്തെ പണിയില്ല, അവർ നമ്മളതിൽ അടിച്ചു തരും കേട്ടോ. പിന്നെ പണ്ടത്തെ പോലെ എൻട്രി എക്സിറ്റ് അങ്ങനെ സീൽ ചെയ്യലും വിസ സ്റ്റാമ്പ് ചെയ്യലൊന്നുമില്ല, അവരൊരു അറബിയിൽ എഴുതി തരും കേട്ടോ, നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, ബാക്കിയൊക്കെ ഓൺലൈനാണ്. എന്താ പറയുക, ഇനിയിപ്പോൾ നേരെ വിടാം അല്ലേ? വണ്ടി റെഡിയാണ്, ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ റൂബൽ ഖാലി കാഴ്ച കാണാൻ? പോവാം. നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് വലിയൊരു കടമ്പയാണ്. കാരണം റൂബൽ ഖാലി ഞാൻ കാണിച്ചിടാം എങ്ങനെയാണെന്നുള്ളത്. 500 കിലോമീറ്റർ സ്ട്രെയിറ്റ് റോഡാണ്, വളവും തിരിവും ഒരു തേങ്ങയില്ലാത്ത സ്ട്രെയിറ്റ് റോഡ്. 500 കിലോമീറ്റർ കേട്ടോ, അതും മരുഭൂമിൻ്റെ നടുവിൽ. ഇപ്പോൾ ഫ്യൂവൽ ഉണ്ട് നമുക്ക്. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാൻ വളരെ പതുക്കെ പോകും. ഇപ്പം UAE സൗദി വരെ വന്നത് 160 180 ആണ്, 160 മിനിമം വെച്ചിട്ടാണ്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെ പതുക്കെ പോകും. എന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ വീഡിയോ പറഞ്ഞ് സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറക്കുന്നുള്ളിയായിട്ട് വന്നപ്പം അറിയാമല്ലോ, നമ്മുടെ അറേബ്യൻ ഓഫ് റോഡ്സ് നവാഫ് ഡിമോം നമ്മൾ ഇവിടുന്ന് അന്ന് ഫുഡ് കഴിച്ചിരുന്നു. ശരിക്കും ആ ഒരു മൊമെൻ്റാണ് ഞാനിപ്പോൾ ഓർത്തിരിക്കുന്നത്. കാരണം നമ്മൾ ആദ്യം നമ്മുടെ ഒമാൻ വഴി എൻട്രി ചെയ്യാൻ നോക്കി, നമ്മൾ ആ വണ്ടി അലോ ചെയ്തിട്ടില്ല. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നമ്മളങ്ങനെ ഈ സൈഡ് വന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എൻട്രൻസ് കിട്ടിയപ്പം ഒരു ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷമായിരുന്നത്. മരുഭൂമി കാണാൻ ആഗ്രഹമുള്ളവര് ഈ റൂട്ടിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചാൽ അവർക്ക് മടുത്തു. കാരണം മരുഭൂമി മാത്രമേ ഉള്ളൂ കേട്ടോ. നോർത്ത് ഇന്ത്യയിലെ വീഡിയോ നിങ്ങളോട് കറക്റ്റ് പറഞ്ഞിരുന്നത്, നോർത്ത് ഇന്ത്യയിൽ നമ്മൾ ഈ ട്രാക്ക് മാത്രം പിടിക്കാം, ഈ ട്രാക്ക് പിടിക്കരുത്. UAE ഒമാനൊന്നും വിഷയമല്ല. പക്ഷേ സൗദിയിൽ ഈ ഒരു റൂബൽ ഖാലിലും കയറുമ്പോൾ മണലുണ്ടെങ്കിൽ, ഡിവൈഡർ ഇല്ലെങ്കിൽ ഈ റൂട്ടേ പിടിക്കാവും. കാരണം അവിടെ നിങ്ങോട്ട് മണലടിച്ചാൽ ഇത് ഇവിടെ വരും, അന്നേരം നമുക്കത് കാണാൻ പറ്റില്ല, ബൈക്ക് കയറി സ്കിഡാവും. ഈ സൈഡാവും പിന്നെ കുഴപ്പമില്ല. പിന്നെ ട്രക്കുകളൊക്കെ പോണ റൂട്ടും ഇതാട്ടോ. അപ്പോൾ ഈ റൂട്ട് മാത്രം പിടിക്കാവും. ഓഹോ, എന്ത് ചെയ്യാനാ നോക്കി നിങ്ങൾ. ഒരു മനുഷ്യക്കുട്ടി ഇല്ലാത്ത സ്ഥലം നോക്കിയാൽ നമുക്ക് എത്ര സ്ഥലം നോക്കാം. ഒരു വണ്ടിയില്ല കേട്ടോ, നോക്കി നിങ്ങൾ, ഒരു വണ്ടിയില്ല, ഞാൻ മാത്രം. റൂബൽ ഖാലി മരുഭൂമിയുടെ നടുവിൽ ഞാൻ മാത്രം. ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതം കാണിച്ചതാ. ഞാനിപ്പം ബോർഡർ ക്രോസ് ചെയ്ത് 100 കിലോമീറ്റർ കഴിഞ്ഞ് ആദ്യമായിട്ട് ഫോർ ദി ഫസ്റ്റ് ടൈം 100 കിലോമീറ്ററുള്ള ആദ്യമായിട്ട് ഒരു വണ്ടി എന്നെ ഓവർടേക്ക് ചെയ്ത്. ഓക്കെ, ആദ്യമായിട്ടൊരു വണ്ടി എന്നെ ഓവർടേക്ക് ചെയ്ത്. ഞാൻ ഓരോ ഓവർടേക്ക് ചെയ്തിട്ട് കാറിനെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് 100 കിലോമീറ്റർ ഗ്യാപ്പിന് ശേഷം ഒരു വണ്ടി ഓവർടേക്ക് ചെയ്തു.
ഹാരാന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയാ ഓൺ ദ വേ തന്നെയാണ്, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും ഫുഡൊക്കെ കഴിക്കണം. ഒരു കുഴപ്പമില്ലാത്തൊരു കുഞ്ഞ് ഓഫ് റോഡാണ്. ഗോൾഡ് ടൈം GT IST മൊമെൻ്റ് എന്താ ഉള്ളു പഠിച്ചോനെ. ഓക്കെ, അവിടെ ഒരു സാൻഡ്വിച്ച് ഷോപ്പാണ്, കയറി വെക്കാം. ഒരു മലയാളിയെ കിട്ടുമോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സമയത്ത്. ഒരു മലയാളി എവിടെയെങ്കിലും, ഏതെങ്കിലും എനിക്ക് വേണ്ടി പഠിച്ച ഒരു മലയാളിന് എവിടെയെങ്കിലും. നോക്കിയേ, ഒരാളും ഇല്ല കേട്ടോ. രാവിലെ തന്നെ ആയിട്ട് എന്നതല്ല, കടകളൊക്കെ ക്ലോസ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ ഞങ്ങളുടെ ഏരിയ അൽ ഹറജ് എന്നൊരു ഏരിയ കേട്ടത്. ടെടങ് 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 ടെടങ്. മലയാളികൾ പോയിട്ട് ഇന്ത്യക്കാർ പോലും ഇല്ല. കൗണ്ടറിലൊക്കെ ചങ്ങയോട് അറബി സംസാരിക്കുന്നത്. എനിക്കാണെങ്കിൽ അറബി അറിയില്ല. അറബി അറിയാം, ഷുവ അറിയാം കേട്ടോ, കൂടുതലായിട്ടും അറിയില്ല. പിന്നെ അപ്പോൾ ഞാൻ ഒരു വാഹദ് ചിക്കൻ ബർഗറും വാഹദ് ബനാന മിൽക്ക് ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അയ്യോ, ഞാൻ വിചാരിച്ചു നല്ല ഒരു മലയാളി റെസ്റ്റോറൻറ്റ്, നല്ല പൊറോട്ട, നല്ല പരിപ്പ് കറി, ആ ഒരു ഓംപ്ലേറ്റ്. കൊതിയാകുന്നു ഗൈസ്, കൊതിയാകുന്നു. മലയാളി റെസ്റ്റോറൻറ്റ് കൊതിയാകുന്നു കേട്ടോ, അതില്ല. അപ്പം റിയാദ് എത്തട്ടെ, നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കിട്ടില്ല പോലും നമുക്ക് കിട്ടും. റിയാദ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. അതെത്തുന്നവർ മാത്രമേ കഷ്ടപ്പാടില്ല. UAE കാർഡാണ്, ഇവിടുത്തെ കാർഡല്ല. അത് എടുത്തിട്ടില്ലെങ്കിൽ ഞാൻ പട്ടിണി എടുക്കേണ്ടി വരും ഗൈസ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരുപാട് ലേബർ ഏരിയാസ് ഉണ്ട്, ഒരുപാട് എന്താ പറയുക, വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഡെസേർട്ടിനുള്ളിലൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ, കാരണം ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇവരുടെ ഡ്രസ്സും അതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഏതായാലും നോക്കാം നമുക്ക് എന്താ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. ജ്യൂസ് എത്തിയിട്ടുള്ളൂ, ബർഗർ എത്തിയിട്ടില്ല കേട്ടോ. ചങ്ങായി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ ചിരിച്ചിട്ട് ഏത് നാട്ടുകാരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഏത് നാട്ടുകാരെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബിസ്മില്ലാ ആകണേ. ഓക്കെ, هذا كاميرا كلام عربي كويس باكستان ولا هندية؟ لا 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 هندية. تيري ميري. ايوه انت وين؟ تيري ميري يمن. يمن؟ ഓക്കെ, അത് യമനിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ അതിനിടയിൽ പറയാൻ പറഞ്ഞു, എൻ്റെ പിന്നെ ആപ്പിൾ പേ എടുത്ത് കേട്ടോ. വായതന്നെ, അപ്പോൾ പട്ടിണി എടുക്കണ്ട. എനിക്ക് ഭയങ്കര സംശയമാണ് ആപ്പിൾ പേ എടുക്കുമെന്നില്ലായിരുന്നു. അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പേടിക്കേണ്ട ആവശ്യമില്ല. സോ ബിസ്മിയും കൂടി ഫസ്റ്റ് ജ്യൂസും കുടിക്കണം. ഫസ്റ്റ് ജ്യൂസ് 250 കിലോമീറ്റർ ഓടാൻ്റെ ജ്യൂസായിട്ട്. ബർഗർ തിന്ന് നോക്കട്ടെ, ഇതാണ് എൻ്റെ ബർഗർ. ₹7 ബർഗർ നഷ്ടപാട് കായ്സ്. ₹7 ബർഗർ കേട്ടോ. വലിയ രസമൊന്നുമില്ല കേട്ടോ. നോക്കിങ്ങൾ, ഇതാണ് $7 ബർഗർ. ഒരു ബർഗറിൻ്റെ ബ്രെഡും കെച്ചപ്പും ചീസും കുറച്ച് ഇതും ആഡ് ചെയ്തിട്ടുണ്ട്. വേറൊന്നുമില്ല, പിന്നെ വേറൊന്നും കഴിക്കാനില്ല. പിന്നെ ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചാൽ ഈ സാധനം കച്ചറയുടെ സൈഡിൽ കേട്ടോ. ഇവിടെ കാണുന്നത് റോഡിൽ മൊത്തം കച്ചറയാണ്, പോകുന്നതൊക്കെല്ലാം കച്ചറയാണ്. അതുകൊണ്ട് നമുക്ക് ദുബൈക്കാർക്ക് ആ ഷീലില്ലാത്തതുകൊണ്ട് നമ്മൾ കച്ചറ ഡബലിയായിട്ട്. ഇതുകൊണ്ട് നിങ്ങൾ റോഡിൽ മൊത്തം നിരത്തും എല്ലാം കച്ചറയാണ്. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നില്ല അത്ര വലിയ ഇതാക്കേണ്ട ആവശ്യമുണ്ട്. ഫുഡെല്ലാം കഴിച്ചിരുന്നേ പ്ലാസ്റ്റിക് ലിറ്ററൊക്കെ. ഓക്കെ, ഇതുകൊണ്ട് നിങ്ങൾ റിയാദിലും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. റിയാദിൽ പോലത്തെ സിറ്റികളും കാണാൻ പറ്റില്ല. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചൊരു കാട്ടുമൂലയാണ്ടാണ് കേട്ടോ തോന്നുന്നത്. കാട്ടുമൂല മരുഭൂമിയുടെ നടുവിലൊരു സ്ഥലമായിരുന്നു. നമ്മൾ ഈ ഡയറക്ഷനാണ് വന്നത്. നമുക്ക് ഈ ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്. ഇനി റോഡുമ്പോൾ കയറി യൂട്ടേൺ അടിക്കണം. നോക്കിയേ, ഒരു പഴയ വണ്ടിയിലൊരു അപ്പവും വരുന്നു. നോക്കിയേ പാപ്പ, എന്ത് രസമാണ് നോക്കിയല്ലേ. പഴയ വിൻറ്റേജ് വണ്ടിയാണ്. സലാം പറയും. വലൈക്കും സ്ലാം. അതാണ്
അതാണ് സൗദി കേട്ടോ. എല്ലാവരും സലാം പറയും. ഞാനിപ്പോൾ ചായ കുടിക്കുമ്പോൾ 10 സലാം മടക്കിയാൽ, അപ്പോൾ ഇനി അങ്ങോട്ടേക്കും സലാം മടക്കിക്കൊണ്ടേയിരിക്കണം. 7:30 മണിയായി, വെയിൽ വന്നു, ചൂടും വരാൻ തുടങ്ങി. അപ്പം എസ്കേപ്പ് ആക്കേണ്ട ടൈമായി. ഇങ്ങനെയാണ് യൂ ടേൺ എടുക്കുന്നത് കേട്ടോ. യൂ ടേൺ തിരിഞ്ഞാൽ നേരെ നമ്മൾ ഈ സൈഡ് ട്രാക്കിലേക്ക് വരണം. എന്നിട്ട് വണ്ടി ഒഴിവുണ്ടെങ്കിൽ മാത്രം നമ്മൾ സ്പീഡ് ട്രാക്ക് കയറാൻ പറ്റും. കാരണം ആ വണ്ടി നല്ല വരുത്ത വരുന്നത്. ഇപ്പം നമ്മൾ യൂ ടേൺ എടുത്തോട് സ്പീഡ് ട്രാക്കിൽ പോയെങ്കിലേ ആ വണ്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എണ്ണ അടിക്കാൻ വേണ്ടി അങ്ങനെ പമ്പിൽ കയറാൻ പോവുകയാണ്. പിന്നെ ഒരു കാര്യം ആദ്യമായിട്ടാണ് സൗദിയിൽ നിന്ന് പെട്രോൾ അടിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഡീസൽ അടിച്ചിരുന്നു. അപ്പോൾ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ എന്തായാലും ഇപ്പം യു എയിലൊക്കെ ആണെങ്കിൽ ഹിന്ദിക്കാരും അതുപോലെ തന്നെ മലയാളികളും ഫിലിപ്പീനുകളൊക്കെയാണ് അധികം വർക്ക് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് ഹിന്ദിയോ ഇംഗ്ലീഷോ സംസാരിച്ച് ചെയ്യും. പക്ഷേ ഇവിടെ ഭാഷ എന്നുള്ളത് ഭയങ്കരമായ ഒരു പ്രശ്നമായതുകൊണ്ട് ഏത് ഭാഷയിൽ ഇപ്പം ഞാൻ ഡീൽ ചെയ്യുന്നില്ല. ഏതായാലും ചെറുപ്പത്തിൽ എന്നെ അറബി പഠിപ്പിച്ച അബ്ദുൾ റഹ്മാൻ ഉസ്താദിനെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അറബി അങ്ങ് പൊട്ടിക്കട്ടെ. ഹിന്ദി ഒന്നുമല്ല. 5 ഹംസ 9 തിസ. ബ്രോ 95 ഫുൾ. ഏവാ ഇംഗ്ലീഷ്. ഓക്കെ സദീഖ്. ഏവാ അതാ ബസ്. എൻ്റെ ഐഫോൺ 16 പ്രോ ഇവിടെ വീണു പോയിട്ടുണ്ട്. കറക്റ്റ് പറഞ്ഞല്ലോ സംഭവം എന്ന് വെച്ചാൽ. ഓക്കെയാ, താങ്ക് യു. ഗൈസ് പണി കിട്ടി. എൻ്റെ ഐഫോൺ 16 പ്രോ വീണു പോയിട്ട് ഞാൻ അവിടെ സൈഡാക്കി. എന്തോ കാര്യത്തിൽ സൈഡാക്കിയപ്പോൾ മനസ്സിലായി വീണു പോയി എന്നുള്ളത്. അവിടെ പോലീസ് വണ്ടി വന്ന് പോലീസുകാരുടെ അടുത്ത് ഹോട്ട്സ്പോട്ട് എടുത്തിട്ട് ഞാൻ ഇജീഷിൻ്റെ ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തിരുന്നു. ഇജീഷിനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവൻ ചെക്ക് ചെയ്തപ്പം ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത്. അത് പോയി കംപ്ലീറ്റ് പോയി. അയ്യോ, പിന്നെ ഈ റോങ് സൈഡാണ് പോകുന്നത്. പോലീസുകാരോട് പറഞ്ഞിട്ട് പെർമിഷൻ എടുത്തിട്ട് പോകുന്നത്. കാരണം വേറെ ഓപ്ഷൻ ഇല്ല. എന്റെ മൊബൈല് കിട്ടിയേ. സ്ക്രീനല്ല തകർന്ന് തരിപ്പണാണ്. എന്റെ മൊബൈല് കിട്ടിയേ. എന്റെ മൊബൈല് കിട്ടിയേ. ശരിക്കും പറഞ്ഞാൽ സൗദി പോലീസുകാരൻ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മനുഷ്യൻ. എൻ്റെ മോനെ ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. ഡിസ്പ്ലേ ഫുള്ള് തൂഫാൻ ആയിട്ടില്ല. അല്ല തൂഫാനായതിനു പക്ഷെ എന്നാലും കിട്ടി കേട്ടോ. ഭയങ്കര സന്തോഷം. നമുക്ക് വിടാം. സൂക്ഷിച്ച് വെക്കട്ടെ. അല്ലോ ഇനി പോയാൽ ശരിയാവില്ല. بنا ما يبغى في واتر في واتر. لا ما هذا واتر بس مويه بس. هذا جوال شوف كله مشكلة كله كربون. لا ما في space. Yeah. താങ്ക് യു സോ മച്ച്. വെൽക്കം. ബൈ ബൈ. താങ്ക് യു സോ മച്ച്. യാ താങ്ക് യു. ഓ എൻ്റെ സൗദികളെ ഐ ലവ് യു സോ മച്ച്. എന്ത് മുത്തുമണികളെ നിങ്ങൾ. സൗദി മുത്തുമണികളെ കണ്ട. ഞാൻ വണ്ടി എടുത്തില്ല. വണ്ടി കംപ്ലൈൻറ്റ് നടന്ന പോയ ചങ്ങായി നമുക്ക് അങ്ങോട്ട് പോയി ഓർ എന്നൊക്കെ ഇട്ട് തിരിച്ചു വന്നു കേട്ടോ. എന്ത് സ്നേഹം. എന്നിട്ട് വെള്ളം തന്നു കുടിക്കട്ടെ. ഞാൻ ഭയങ്കര ഹാപ്പിയാണേ. എൻ്റെ മൊബൈൽ തിരിച്ചിട്ട് സന്തോഷം. കാരണം നിങ്ങൾക്ക് മനസ്സിലാവില്ല. മൊബൈൽ വേറെ വാങ്ങാം അതല്ല. പക്ഷേ നമ്മൾ ഡാറ്റാസ് അത് ഇതൊക്കെ ആയിട്ട് പോയാൽ കിട്ടുമല്ലോ.
ഇനി വിടാം നേരെ നിജീഷിൻ്റെ തട്ടകത്തിലേക്ക്. ഓക്കെ, എന്നെ ഹെൽപ്പ് ചെയ്ത പോലീസുകാരൻ വരുന്നുണ്ട്. പറയട്ടെ. അയ്യോ യാ മൈ ജവാൽ കിട്ടി. താങ്ക് യു, ശുക്രാൻ. എൻ്റെ മുത്തുമണിയോ, എന്ത് മുത്തുമണി നോക്കിയല്ലോ ഇവർ. സ്നേഹം. ചങ്ങ എവിടെയോ പോകുന്ന കൂടെ തിരിച്ചു വന്നിട്ടുണ്ടോ അവന്? ഞാൻ കഴിഞ്ഞ ഫോർച്യൂൺ ട്രിപ്പിൽ സൗദി പോലീസിനെ പറ്റി പറഞ്ഞത്. സൗദി പോലീസ് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ദേ ആർ വെരി ഫ്രണ്ട്ലി ആക്ച്വലി. ഓക്കെ, അവൻ്റെ സന്തോഷം കണ്ട എനിക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ. അങ്ങനെ പിന്നെയും പെട്രോൾ അടിച്ച്. മൈലേജ് ഭയങ്കര ഷോർട്ടാണ്. ഭയങ്കര ഷോർട്ട് വെച്ചാൽ ഭയങ്കര ഷോർട്ടാണ്. 10-11 അങ്ങനെ കിട്ടും. 2 കാരണങ്ങൾ. ഒന്ന് 180, അതാണ് എൻ്റെ സ്പീഡ്. 180 കത്തിച്ച് വിടുന്നു. എൻജിൻ ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ മൊത്തത്തിൽ ദുബായിൽ നിന്ന് വിട്ടിട്ട് ഇപ്പോൾ നമ്മുടെ 900 കിലോമീറ്റർ ഓടി കിട്ടും. 100 കിലോമീറ്റർ കൂടെ 1000 കിലോമീറ്റർ കംപ്ലീറ്റ് ആവും. 11:02 ഞാനങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് വിടുമ്പോൾ ഞാൻ 11 മണിയായിരുന്നു ഞാൻ ഇവിടെ എത്തുമെന്ന് പറഞ്ഞത്. നിങ്ങൾ വീഡിയോൻ്റെ ബിഗിനിങ് ശ്രദ്ധിച്ചോന്നറിയില്ല. 11 മണിയാകുമ്പോഴേക്കും റിയാദ് പിടിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. എക്സാക്ട്ലി പെർഫെക്റ്റ് ടൈമാണ്. പക്ഷെ എന്താ പറ്റുക വെച്ചാൽ പിന്നെ നമുക്ക് അതിനിടയിൽ നമുക്ക് കുറച്ച് നല്ല കട്ട ബ്ലോക്ക് വേണം. അതാണ് പറ്റിപ്പോയത്. ഓ, ഇവിടെ എങ്ങനെ കേട്ടോ, ഇവിടെ ട്രാഫിക് ലൈറ്റൊന്നും ഇല്ല. ഓ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് നേരെ പോണത് സൈഡ് നിജീഷിൻ്റെ കടയിലേക്കാണ് പോണത്. ഓ, ഇത് മൊത്തം കാർസിൻ്റെ ഒക്കെ സർവീസാണല്ലോ. നല്ല ഏരിയ നല്ല ഷോപ്പ് ഇട്ടേ. ഇവിടെ അയ്യോ, ഇവിടെ ലാസ്റ്റ് മൊമെൻറ്റ് 1000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇപ്പം ആ തണ്ട്ര കാണുമ്പോൾ മനസ്സിലാട്ടോ നമ്മൾ ലൊക്കേഷൻ എത്തിയെന്നില്ലേ. ഹലോ മിസ്റ്റർ നിജീഷ് മോൻ, എന്താണിത്? ഓ, ഞാൻ ഇത് ഹെൽമെറ്റ് നോക്കിട്ടെ, എന്നിട്ട് സംസാരിക്കട്ടോ. പിന്നെ എന്താണ് മോനെ, എന്താണ് പരിപാടി ഇവിടെ? എടാ ഡിജയിൽ നീ ഭയങ്കര വെളുത്തിട്ട് പാറുന്നുണ്ട്. ക്യാമറ ഡിജെ ക്യാമറയിലേ വെളുത്തിട്ട് പാറുന്നുണ്ട്. എന്താണ് പരിപാടി ഇത്? മോഡിഫിക്കേഷൻ, പുതിയ സ്ഥലം. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോ പറയട്ടോ. ഞാൻ ഈ ഇത്രയും 1000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് ഇവിടെ വരാൻ കാരണം തന്നെ എൻ്റെ വണ്ടി ഇവിടുന്ന് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട്, മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളറിയാതെ നമ്മൾ പറക്കുന്നില്ലെങ്കിൽ പണിയെടുപ്പിച്ചത് ഇവനാണ്. അത് കംപ്ലീറ്റ് ഓൻ്റെ കൺസെപ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവൻ എവിടെയാണ് അവിടെ വന്നിട്ട് എടുപ്പിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇവൻ റിയാദിലുള്ളത്, സൗദിയിലുള്ളത്. ഇവിടെ പുതിയ ഷോപ്പൊക്കെ ഓപ്പൺ ആക്കിയൊരു സെറ്റാണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയിലും കറക്റ്റായിട്ട് ഇതിൻ്റെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ വണ്ടിക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് ചെയ്യാൻ പോകുന്നത്? സിമ്പിളായിട്ട് ഉണ്ട്. ബാക്കി അടുത്ത വീഡിയോ കാണിക്കണ്ട, അടുത്ത വീഡിയോ കണ്ടാൽ മതി. എന്താ പറയുക, ദുബായിൽ നിന്ന് റിയാദിലേക്ക് 1000 കിലോമീറ്ററാണ്. 1000 കിലോമീറ്റർ കവർ ചെയ്തു. ഓൾമോസ്റ്റ് 120 ലിറ്ററിൻ്റെ പെട്രോൾ അടിച്ചിട്ടുണ്ടാവും എന്തായാലും. ഒന്നാമത് 160-150 സ്പീഡിൽ വന്നുകൊണ്ട് തന്നെ എണ്ണ നല്ലോണം കത്തി. അതിനിടയിൽ ആദ്യം നമ്മൾ ഫസ്റ്റ് തുടങ്ങുമ്പോൾ കഞ്ഞിക്കടന്ന് പേഴ്സ് കാണണ്ടായി. അത് കഴിഞ്ഞ് അബുദാബിയിൽ പമ്പ് കണ്ടിടിക്കാൻ നോക്കും, അവിടെ ഹൈഡ്രേഷൻ പാക്ക് താഴെ വീണ് അതും കാണണ്ടായി, അത് തിരിച്ചു കിട്ടി. പിന്നെ ഇവിടെ എത്തുന്നതിന് മുമ്പ് മൊബൈൽ വീണ് കാണണ്ടായി, അതും തിരിച്ചു കിട്ടി. ഇനി പേഴ്സ് മാത്രമേ കിട്ടാനുള്ളൂ. അതിപ്പോൾ അവർ വിളിച്ചു പോയിക്കണം കേട്ടോ. ഓക്കെ, ആ പേഴ്സ് പോയടാ, എവിടെ പോയെന്നറിയില്ല. എമിറേറ്റ്സ് ഐഡിയും കാര്യങ്ങൾ കയ്യിലുള്ള. ഇവിടെ എത്തുന്നൊരു ഭയങ്കര കഥയാണ്. വേറെ ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഇവൻ്റെ ഈ ഷോപ്പിൽ എൻ്റെ വണ്ടി എന്താണ് പണിയെടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ റിയാദൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം ആയി കിടക്കുന്നത് നോക്കി, ഭയങ്കര സന്തോഷം. എക്സ്പെഷ്യലി സൗദിയിലേക്ക് വന്നപ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ സൗദിയിലേക്ക് വാടാ, ഇങ്ങോട്ട് വാടാ, സൗദിയിലേക്ക് വാടാ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോട് വിളിക്കുന്നുണ്ട്. അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വിരവാട്ടോ. ഓക്കെ, നിങ്ങളെല്ലാവരും സന്തോഷമല്ലേ? ഞാൻ നിങ്ങളുടെ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എല്ലാവർക്കും മീറ്റ് ചെയ്യാം. അടിപൊളി ട്രാവൽ വീഡിയോസ് ഇടാണ്ട് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് ഇനിയാണ് റിയൽ റൈഡ് വരാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത എപ്പിസോഡ് കാണാം.